ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് രാമായണ മാസം, കർക്കിടക മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഹനുമാൻ സ്വാമിയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹനുമാൻ സ്വാമിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്, എന്തൊക്കെ ഗൈഡൻസ് ആണ് ഈ ഒരു മാസത്തേക്കുള്ളത്. അത് സ്പിരിച്വൽ ഗൈഡൻസും മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹനുമാനെ സ്തുതിക്കുന്നിടത്ത് രാമനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഥവാ എല്ലാവർക്കും രാമായണ പാരായണം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഹനുമാനെ സ്തുതിക്കാം. പിന്നെ ഹനുമാൻ ചാലിസ് ചൊല്ലാം. പിന്നെ ഹനുമാന്റെ ധ്യാന ശ്ലോകം നമുക്ക് ചൊല്ലാം. അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു ധ്യാന ശ്ലോകം ചൊല്ലി ഈ കാർഡ് എടുക്കാട്ടോ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എന്താണ് ഈ ഒരു മാസം ഹനുമാൻ സ്വാമിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, മനസ്സിൻ്റെ വേഗമുള്ളവനും കാറ്റിൻ്റെ വേഗത്തിന് തുല്യമായ ശക്തിയുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനും വായുദേവന്റെ പുത്രനും വാനരസേനയുടെ നേതാവും ശ്രീരാമന്റെ ദൂതനുമായ ഹനുമാന്റെ പാദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും ബുദ്ധി കിട്ടും, ശക്തി കിട്ടും എന്നൊക്കെയാണ്. പ്രൊട്ടക്ഷനാണ് കേട്ടോ ഹനുമാൻ. നമുക്ക് ധൈര്യം ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഭയമുള്ള ആൾക്കാർ ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാനെ എല്ലാ ദിവസവും നിങ്ങൾ ഈ ധ്യാന ശ്ലോകം ചൊല്ലാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ നമുക്ക് ശരിക്കും ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടുമെന്നാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം ഹനുമാൻ സ്വാമി നിങ്ങളോട് പറയുന്നത്. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഡിറ്റർമിനേഷൻ ആദ്യം അതാണ്. ഹനുമാൻ സ്വാമി നമുക്ക് ധൈര്യവും എന്ത് പ്രതിസന്ധികളെ നേരിടാനുള്ളൊരു അങ്ങനത്തെ ഒരു മനസ്സാണ് ഹനുമാനുള്ളത്. അപ്പം അതാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എംബ്രേസ് ചേഞ്ചസ്, ട്രൂ പർപ്പസ്, ഡിവോഷൻ ഈസ് പ്രൊട്ടക്ഷൻ. ബോട്ടം കാർഡ് വന്നിട്ടുള്ളത് വിസ്ഡം ഫോർ പർപ്പസ് ആണ്. ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഓവർകം ഒബ്സ്റ്റക്കിൾസ് വിത്ത് അൺവേവറിങ് ഡിറ്റർമിനേഷൻ ആസ് ഐ ഓവർകം കൗണ്ട്ലെസ് ചലഞ്ചസ് ഇൻ മൈ കോസ്റ്റ്. എക്സ്പെക്ട് ചലഞ്ചസ് ഓൺ യുവർ മാനിഫെസ്റ്റേഷൻ ജേർണി ആൻഡ് ഫേസ് ദം വിത്ത് റെസിലിയൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഹനുമാൻ സ്വാമി പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന വഴിയിലും പരീക്ഷണങ്ങളുണ്ടാകാം. പക്ഷേ ആ പരീക്ഷണങ്ങൾ കാരണം നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കില്ല. ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിശ്ചയമായും വിജയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമുദ്രം ചാടിക്കിടന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമുദ്രം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വഴിയിൽ ഒരുപാട് രാക്ഷസികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പല തടസ്സങ്ങളും ഉണ്ടായിട്ടും ഹനുമാൻ സ്വാമി ഒരിക്കലും ഒരിടത്തും തൻ്റെ ലക്ഷ്യം ഉപേക്ഷിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീതാദേവിയെ കണ്ടെത്താൻ സാധിച്ചത്. അല്ലെങ്കിൽ ഈ
എന്താണ് ഈ രാക്ഷസികളെയൊക്കെ കണ്ട്, ഈ തടസ്സങ്ങളെയൊക്കെ കണ്ട് അദ്ദേഹം ഭയന്ന് പിന്മാറിയിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും സീതാദേവിയെ കണ്ടെത്താൻ പറ്റൂലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യമാണ് അദ്ദേഹത്തെ സീതാദേവിയെ കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നേക്കാം, പക്ഷെ നിങ്ങൾ അതൊന്നും ഭയപ്പെട്ട് പിന്മാറി പോകരുത്. അങ്ങനെ പിന്മാറി പോകാതിരുന്നാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്നാണ് ഹനുമാൻ സ്വാമി പറയുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് ഇത്. നിങ്ങൾ വളർച്ചയുടെ മനോഭാവം. അപ്പോൾ ഇതിൽ കൾട്ടിവേറ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ബിലീവിങ് ഇൻ യുവർ എബിലിറ്റി ടു ലേൺ ആൻഡ് ഇംപ്രൂവ് ആസ് ഐ കോൺസ്റ്റന്റ്ലി ഹോണ്ട് മൈ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ചിന്ത വേണ്ട. ദിവസവും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടും ആ പഠിത്തത്തിലൂടെ നമ്മൾ വളരാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പഠിക്കാൻ പോവില്ല, നമ്മൾ വളരാനും പറ്റൂല. അപ്പോൾ ഈ എല്ലാം അറിയാമെന്നുള്ള ഭാവം ഉപേക്ഷിച്ച് നമുക്കിനിയും വളരണം. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാന്ന് വിചാരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അറിവുകളും നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറയുന്നത്. ഇതിലടുത്ത് വന്നിട്ടുള്ളത് എംബ്രേസ് ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതിൽ എംബ്രേസ് ചേഞ്ചസ് as a path to growth, as I underwent many transformation in my journey, be open to new experience and personal revolution ആണ്. അപ്പം ഇതിൽ നമ്മൾ മാറ്റങ്ങളെ ഭയപ്പെടാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിയാൽ നമ്മളൊരു കംഫർട്ട് സോണിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വളരാൻ പറ്റൂല. അപ്പോൾ മാറ്റമാണ് നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുന്നത്. പക്ഷെ നമ്മളെന്താണ് പുതിയ വഴിയിലേക്ക് നയിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകാം. മാറാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ് കൂടുതലും. നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും മാറാൻ പറ്റൂല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റത്തെ അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല, നമുക്ക് വളർച്ച ഉണ്ടാവില്ല. വളർച്ച എപ്പോഴും വരുന്നത് മാറ്റത്തിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ ശ്രീരാമദേവന്റെ ജീവിതമാണ് പറയുന്നത്. ഇപ്പം മാറ്റത്തിൻ്റെ ഒരു യാത്രയായിരുന്നല്ലോ. അദ്ദേഹം രാജകുമാരനായിരുന്നു, പിന്നെ വനവാസിയായി, പിന്നെ വീണ്ടും രാജാവായി. അപ്പോൾ ഇതൊക്കെ മാറ്റത്തിലൂടെയാണ് സംഭവിച്ചത്. അപ്പം നമ്മളും ആ മാറ്റത്തിനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരും. ഈ പരിവർത്തനങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് നമ്മളുടെ ധർമ്മമാണെന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പലപ്പോഴും പല കർമ്മങ്ങളും മാറ്റത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. മാറ്റം നമ്മൾ അംഗീകരിക്കുക. ഇതിൽ അടുത്ത് കിട്ടിയിരിക്കുന്നത് ട്രൂ പർപ്പസാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പർപ്പസ് എന്ന് വെച്ചാൽ, ഈ ജന്മത്തിലെ പർപ്പസ് എന്ന് വെച്ചാൽ, നമുക്ക് സ്വാർത്ഥത വെടിഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനത്തെ ജീവിതമാണ് യഥാർത്ഥത്തിൽ മോക്ഷത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് സ്വാർത്ഥരാകരുത്. നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാൻ പോകരുത്. അപ്പോൾ സ്വാർത്ഥത വെടിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൂടി വല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഹനുമാൻ സ്വാമി ഒരിക്കലും ഹനുമാൻ സ്വാമിയുടെ മഹത്വം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശ്രീരാമദാസരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും, അതായത് ലങ്ക കത്തിച്ചതും സഞ്ജീവനി കൊണ്ടുവന്നതും സീതയെ കണ്ടെത്തിയതും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കായിരുന്നേ ഇല്ല. അപ്പോൾ അത് ശ്രീരാമന്റെ ദൗത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതാണ് കേട്ടോ ഇത് പറയണത്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മളാണ് വലുത് എന്നുള്ള ചിന്തയല്ല വേണ്ടത്, ഞാനാണ് ചെയ്തതെന്നുള്ളതല്ല. നമ്മൾ ആ സന്ദർഭത്തിൽ വേറൊരാളിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹനുമാൻ സ്വാമി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ശ്രീരാമ ഭഗവാനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഗൈഡൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും അത് ആത്മാർത്ഥതയോടുകൂടിയും സേവന മനോഭാവത്തോടു കൂടിയും ചെയ്യണമെന്നാണ്.
അല്ലാതെ ഇത് ഞാനാണ് വലുത് അങ്ങനത്തെ ഒരു ഭാവം പാടില്ല എന്നാണ്. ഡിവോഷൻ ഈസ് പ്രൊട്ടക്ഷനാണ്, ഭക്തിയാണ് സംരക്ഷണം. അപ്പോൾ ഇതിലെ യുവർ ഡിവോഷൻ ഈസ് യുവർ പ്രൊട്ടക്ഷൻ ആസ് രാമാസ് നെയിം പ്രൊട്ടക്റ്റഡ് മീ, കൾട്ടിവേറ്റിംഗ് അൺവേവറിങ് ഫെയ്ത്ത് ആൻഡ് എ ഷീൽഡ് അഗെയിൻസ്റ്റ് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ സത്യമായ ഭക്തി തന്നെയാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്നാണ് ഭഗവാൻ പറയണത്. അതായത് ഹനുമാൻ സ്വാമി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ശ്രീരാമ രാമ രാമ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം രാമനാമസ്മരണയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ഹനുമാൻ സ്വാമി ചെയ്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അസാധ്യമാണെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. കാരണം അദ്ദേഹത്തിൻ്റെ ഡിവോഷൻ, ട്രൂ ഡിവോഷൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. അപ്പം ഞാനല്ല ചെയ്യണത്, ഇതെല്ലാം രാമനാണ് ചെയ്യണത് എന്നുള്ളൊരു ഭാവത്തിലാണ് ഹനുമാൻ സ്വാമി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഇതിൽ അദ്ദേഹം രാമനാമം ജപിച്ചത് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു, ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ രാമനാമം ജപിക്കാനും രാമായണ മാസത്തിൽ ഈ രാമായണ മാസത്തിൽ രാമായണം വായിക്കാനും ഹനുമാനെ സ്മരിക്കാനും വളരെ നല്ല സമയമാണ് നിങ്ങളത് ചെയ്യുക. ഈ ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവർ, ഡിപ്രഷൻ ഉള്ളവർ, നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് എനർജിയും ഉള്ള ആൾക്കാർ ഈ ഒരു സമയം ഹനുമാൻ ചാലിസ ചൊല്ലുകയും ഹനുമാനെ സ്മരിക്കുകയും രാമായണം വായിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് കാണുന്നത്. ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് വിസ്ഡം ഫോർ പർപ്പസ് ആണ്. വിസ്ഡം ഈസ് നോട്ട് ജസ്റ്റ് നോളജ് ബട്ട് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ സർവീസ് ഓഫ് ഗുഡ്. ആസ് ഐ യൂസ്ഡ് മൈ വിസ്ഡം ടു സെർവ് രാമ, യൂസ് യുവർ നോളജ് ഫോർ പോസിറ്റീവ് പർപ്പസ് ആൻഡ് ടു ഹെൽപ്പ് അതേഴ്സ് ആണ്. നമ്മളെ കുറേ അറിവുണ്ടായിരുന്നിട്ട് മാത്രം കാര്യമില്ലെന്നാണ് ഭഗവാൻ പറയണത്. അത് നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് ഉള്ള അറിവുകൾ നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല, ശക്തിയുള്ള ഒരു യോദ്ധാവ് മാത്രം ആയിരുന്നില്ല എന്നുള്ളതാണ്. നല്ല ബുദ്ധിയുള്ള ഒരാൾ കൂടിയായിരുന്നു. അപ്പം നമ്മളത് ആദ്യമേ വായിച്ചതാണ്, ഹനുമാൻ്റെ ധ്യാന ശ്ലോകത്തിൽ തന്നെ അതുണ്ട്. അപ്പോൾ ബുദ്ധിമാനായിരുന്നു. അപ്പോൾ സീതാദേവിയെ കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ സ്വന്തം രൂപമല്ല കാണിച്ചു കൊടുത്തത്, സാഹചര്യം മനസ്സിലാക്കി ആ ശരിയായ സമയത്ത് മാത്രമാണ് ആ മോതിരം ഉണ്ടല്ലോ, ശ്രീരാമ ഭഗവാൻ കൊടുത്തയച്ച മോതിരം പോലും കാണിച്ചത്. ആ ഒരു വിശ്വാസം, സീതാദേവിയുടെ വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശക്തിയേക്കാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിയാണ് ആ ഒരു സമയത്ത് വർക്ക് ചെയ്തതെന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഈ ഒരു മാസം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഇതിൽ രാമായണത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിൽ ധർമ്മമുണ്ട്, ഭക്തിയുണ്ട്, സേവനമുണ്ട്, വിനയമുണ്ട്, വിവേകമുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വിശ്വാസമുള്ള ആൾക്കാർ രാമായണം വായിക്കാൻ ശ്രമിക്കുക. നമ്മൾ ദൃഢനിശ്ചയം കൈവിടാതെ പഠിക്കാനും, ഓരോ ദിവസവും പഠിക്കണം. നമ്മൾ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവം ഉപേക്ഷിച്ച് പഠിക്കാനും വളരാനും നമ്മൾ തയ്യാറാവണം. മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ഞാൻ മാറൂല എന്നുള്ളതല്ല, മാറ്റം അനിവാര്യമാണ്. അപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഭക്തിയാണ് ഏറ്റവും വലിയ സംരക്ഷണം. നമുക്ക് ഭക്തി ഇല്ലാതെ ഒന്നുമില്ല. ഭക്തി ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. നമ്മളെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഭക്തിയാണെന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും വിവേകത്തോടു കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് രാമായണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രാമായണ മാസം നമ്മളുടെ ജീവിതത്തിൽ ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ രാമായണം എന്ന് പറയുന്നത് തന്നെ രാമൻ്റെ ജീവിതമാണ്. രാമൻ അത്രമാത്രം കഷ്ടതകളിലൂടെ പോയ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഭഗവാനാണെങ്കിലും മനുഷ്യനായിട്ട് ജന്മമെടുത്ത ഒരാളാണ്. അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. ക്ഷമയും ഒക്കെ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിൽ നമ്മൾ ഹനുമാൻ സ്വാമി ഇതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ പുണ്യമാസത്തിൽ എല്ലാവർക്കും പുണ്യം കിട്ടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.